അയ്യോ അമ്മേ, നിങ്ങൾ നോക്കിയോളൂ, ലക്ഷക്കണക്കിന് മീനുകൾ അതിരാവിലെ തന്നെ ഈ വീടുകൾക്കടിയിലൂടെയെല്ലാം അടിവെച്ച് ഈ വരുന്നതിൻ്റെ രഹസ്യം ഇനി ഞാൻ പറയാം. കടലിന് നടുക്ക് വെള്ളത്തിൽ തൂട് നാട്ടി പണിത വീടുകളാണല്ലോ ഇവിടുത്തേത്. അപ്പം ഭക്ഷണ വേസ്റ്റൊക്കെ എവിടെ കളയും? കടലിൽ കളയും. അതിരാവിലെ തന്നെ വേറെയും വേസ്റ്റുകൾ കടലിലോട്ട് പോകാനുണ്ടല്ലോ. ഞാൻ പറഞ്ഞു വന്നത് ടോയ്ലറ്റിൻ്റെ കാര്യമാണ്. എല്ലാത്തിനും കടലിനെ ആശ്രയിക്കുന്ന ഇവർ അതിനും കടലിനെ തന്നെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ മീനുകൾ അതിരാവിലെ തന്നെ വരുന്നതിൻ്റെ രഹസ്യം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സീ ജിപ്സികളായിട്ടുള്ള ബജോ ട്രൈബിൻ്റെ സാമ്പല്ല ഗ്രാമത്തിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇവിടെ ഉണ്ടല്ലോ, അന്നേരം ഇപ്പം എന്നോട് വേറൊരു സാധനം ഉണ്ട് നോക്കാൻ പറഞ്ഞ്. ഇങ്ങനെ വേണം നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ ആ ചേച്ചി ഓക്കെ എന്നോട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞേ. ഇത് കണ്ടങ്ങൾ കടൽ വെള്ളരി. ഓക്കെ ഇതിവിടെ കടൽ വെള്ളരി ഉണക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കി എടുക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ ഈ ഒരു കടൽ വെള്ളരിയുടെ കാര്യം ഞാൻ നിങ്ങളെ ശ്രീലങ്ക പോയപ്പം അവിടെ ഒഫീഷ്യലായിട്ട് തന്നെ കൃഷി ചെയ്യുന്നത് കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് കൃഷി ചെയ്തേക്കുന്നതല്ല, ഇതല്ലാതെ ഇവർ കടലിൽ നിന്നും പോയിട്ട് പെറുക്കിക്കൊണ്ട് വരുന്നതാണ്. നമ്മൾ അവിടെ കണ്ട പോലത്തെ വലിയ കടൽ വെള്ളരി കുറവാണ്. അവിടെ കണ്ട പോലത്തെ വലുത് ഇതാണ് കേട്ടോ, വലിയ പോർഷൻ. അല്ലാതെ കുഞ്ഞു കടൽ വെള്ളരികളാണ്. നൈസ്. ഇതുണ്ട്, ആ ഒരു സാധനമൊക്കെ ശരിക്കും പാവക്ക പോലെയുണ്ട്. ഇത് അറിയാത്ത ആളുകളോടാണ്. ഇത് ശരിക്കും ജീവനുള്ള കടലിലെ ഒരു ജീവിയാണ് കേട്ടോ. ഇതിനെ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ളവർ കറി വെക്കുമെന്ന് എനിക്കറിയില്ല. കൊറിയയിലൊക്കെ ചൈന പോലുള്ള സ്ഥലങ്ങളിൽ അവർ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ സാധനമാണ് യൂസ് ചെയ്യുന്നത്. കിലോയ്ക്ക് ഭയങ്കരമായിട്ടുള്ള വിലയുള്ള ഒരു സാധനമാണ് കേട്ടോ. ലക്ഷങ്ങൾ വരും ഇതിൻ്റെ. എന്താ പറയുക, കിലോയ്ക്ക് വരുമോ എന്നെനിക്കറിയില്ല. അങ്ങനെ ഏകദേശം കിൻഡലിന് വരുമായിരിക്കും. കിൻഡലിനും പോരാ, ഒരു 10 കിലോയ്ക്കെങ്കിലും വരുമായിരിക്കും. കാരണം നല്ല എക്സ്പെൻസീവ് ആണെന്നുള്ളത് ഞാൻ ആ ഒരു ശ്രീലങ്കൻ വീഡിയോയിൽ കറക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഫുള്ള് എങ്ങനെയാണ് പിടിക്കുന്നത്, ഇതിൻ്റെ പ്രോസസ്സ് കാര്യങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ വീഡിയോ നിങ്ങളൊന്ന് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ കടൽ വെള്ളരിയെ പറ്റിയിട്ടുള്ള, അതായത് അവിടെ അവർ പറയുന്നത് കടലട്ട എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ കിട്ടും കേട്ടോ. ഓക്കെ, ഇവിടെ ഉണ്ടല്ലോ. പിന്നെ ഈ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇവിടെ സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് ബജോ ഭാഷയാണ്. ബജോ ഭാഷയിലും ഈ നന്ദി എന്ന് പറയുന്നത് തെരുമക്കാസി തന്നെയാണ്. കുറേ വാക്കുകൾ സെയിം ഉണ്ട്, ചിലത് മാറ്റമുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ വന്ന ബോട്ടിൻ്റെ ആ ഒരു പേര് പുത്രി എന്നുള്ളത് ഒരുപാട് ആളുകൾ കമൻറ്റിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിച്ചിരുന്നു എന്നൊക്കെ ചോദിച്ചിരുന്നേ. ശരിക്കും ഉണ്ടല്ലോ, ഈ ഇന്തോനേഷ്യൻ ഭാഷയുടെ ഒരു ബേസ് എന്ന് പറയുന്നത് സംസ്കൃതമൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്കൃതത്തിലുള്ള പല ഭാഷകളും ഇവിടെയുണ്ട് കേട്ടോ. പുത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആൺകുട്ടിയും, പുത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പെൺകുട്ടിയാണ് കേട്ടോ. ഈ ബോട്ടിൻ്റെ ഉടമയ്ക്ക് 2 മക്കളാണ്, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും. അവരുടെ പേര് പുത്ര എന്നും പുത്രി എന്നുമാണ് കേട്ടോ. അവിടുത്തെ മീമുറി തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളുടെ പൂച്ച സാറല്ലേ, ഇത് ആൾ അത് തപ്പിപ്പിടിച്ച് ഇവിടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. വെറുതെ അല്ല പുള്ളി രാവിലെ തന്നെ നടക്കാനായിട്ട് ഇറങ്ങിയേക്കുന്നത്. ഇനി വാ മുമ്പോട്ടേക്ക് കിടക്കാം. ഇവിടെ ചേച്ചിമാർ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഹലോ അപ്പാക്കപ്പ. ഓക്കെ, ഇവിടെ ഉണ്ടല്ലോ എന്തോ ഒരു സാധനം വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നാസി ലസ്വാമി കാസ്വാമി. ഓ, കസ്വാമി എന്നാണ് പേര്. ഊബി. ഓക്കെ. സാധനേ നമ്മളുടെ കപ്പയില്ലേ, കപ്പയുടെ പൊടി കൊണ്ടുണ്ടാക്കുന്ന ഇവിടുത്തെ ഒരു ഡിഷാണ് കേട്ടോ. ഈ പരന്നിരിക്കുന്നതല്ല കസ്വാമി, ആ ഒരു ത്രികോണം പോലെ ഇരിക്കുന്ന ഈ ഒരു സാധനമാണ് കേട്ടോ കസ്വാമി എന്ന് പറയുന്നത്. ഇതൊക്കെ ഇവർ കരയിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. കുടിവെള്ളം വരെ കരയിൽ നിന്നാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ. ഭൂമിയുടെ എന്താ പറയുക, അതിജീവനം എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ ഇവർ കോരിയിട്ട ആ ഒരു മണ്ണിൻ്റെ ഭാഗത്ത് ഇപ്പോൾ പുതിയതായിട്ട് ഹലോ കപ്ലങ്ങ, നമ്മളുടെ പപ്പായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നൈസ്. അപ്പോൾ ഇങ്ങനെയാണ് ലാൻഡിൽ ഓരോ സാധനങ്ങളാവുന്നത്. എന്നെ അവിടെ നിന്നാണ് കേട്ടോ വിളിച്ചത്, ഹലോ മിസ്റ്റർ എന്ന് പറഞ്ഞിട്ട്. മണ്ണെന്ന് പറഞ്ഞാൽ കടലിൽ കിടന്ന പൗഴപ്പറ്റ് കോരി ഇവർ നിറച്ചേക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട അമ്മൂമ്മയില്ലേ, ആ അമ്മൂമ്മയുടെ വീടാണെന്ന് തോന്നുന്നു കേട്ടോ. ഹലോ ടാറ്റാ. കൊച്ചിനെ എടുത്ത് എന്നെ കൊണ്ടുവന്ന് കാണിക്കുകയാണ് കേട്ടോ. ടാറ്റ കൊടുക്കാനൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ആളെന്നെ കണ്ട് വാവം മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ഹലോ ഹലോ ഹലോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. ബാ, എന്തായാലും നമ്മുടെ നടത്തം നമുക്ക് തുടരാം. ഇതാ ഇവരായിരുന്നു കേട്ടോ എന്നെ അവിടെ നിന്ന് വിളിച്ച ആൾക്കാർ. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. നമ്മളിങ്ങോട്ടേക്ക് വിളിച്ച് വർത്താനമൊക്കെ പറയും. ഹലോ. അവിടെ ഒരാൾ കുളിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ അതാ കുളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഹലോ പറഞ്ഞായിരുന്നു. പക്ഷെ അപ്പടൻ അവൻ തോർത്തെടുത്ത് ഉടുത്തിട്ടിട്ട് കേട്ടോ. സ്കൂളിൽ പോകാനുള്ള പുള്ളിയാണോ എന്നറിയില്ല. ഇവിടെ സ്കൂള് ക്ലിനിക്കുകൾ ഒക്കെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്.
ഇനിയിപ്പോൾ നമുക്ക് ഈ ക്രോസിന് അങ്ങോട്ടേക്ക് നടക്കാതെ. ഇവിടെ ഉണ്ടല്ലോ സഹജീവികളായിട്ട് കോഴികളൊക്കെ ഉണ്ട് കേട്ടോ. കോഴീനെ കണ്ടു, നമ്മൾ പൂച്ചേനെ കണ്ടു. എല്ലാവരും നടക്കാനായിട്ട് ഇറങ്ങുന്നത് ഈ പാലത്തിൽ കൂടി തന്നെയാണ്. ശരിക്കും ഞാനിപ്പോൾ ചിന്തിക്കുന്നത് വെള്ളമല്ലേ, പിന്നെന്തുകൊണ്ട് താറാവിന് ഇവർ വളർത്തുന്നില്ല പോലും? താറാവല്ലേ കുറച്ചും കൂടി കോഴീനേക്കാളും ഗുണം ചെയ്യുക. കാരണം മുട്ടയും തരും, ഈ വെള്ളത്തിലുള്ള എന്തെങ്കിലുമൊക്കെ കൊത്തിപ്പറുക്കി തിന്ന് ജീവിക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ ഉപ്പ് വെള്ളത്തിൽ താറാവ് ജീവിക്കുകയില്ല എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല കേട്ടോ. നടക്കുമ്പോഴേ ഓരോ വീടിൻ്റെ ഫ്രണ്ടിലും ഇതുപോലെ നമ്മളുടെ കടൽ വെള്ളരികൾ ഉണക്കാൻ വെച്ചേക്കുന്ന കാഴ്ച കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ കടൽ വെള്ളരി ശേഖരിക്കലും ഇവരുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് എന്ന് തോന്നുന്നത്. പല ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. ഒരാൾ സ്കൂളിൽ പോകുന്നുണ്ട് കേട്ടോ. അവൻ്റെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ സ്കൂൾ എവിടെയാണെന്നുള്ളത് മനസ്സിലാവും. സ്കൂൾ എന്തായാലും വാ, ഈ നാടിൻ്റെ സ്കൂൾ എങ്ങനെയാണെന്നുള്ളതൊന്ന് കണ്ടുപിടിച്ച് നോക്കാമല്ലോ. പിന്നെ ഈ നടക്കുന്ന വഴി തിരിച്ച് നടക്കാനുള്ള വഴി കൂടി നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ പെട്ടുപോകും. ടീമേ, ഞാൻ ഇതിലെയാണ് വന്നത്. എന്തായാലും നടക്കാം, കടലല്ലേ, അല്ലെങ്കിൽ വെള്ളത്തിലിറങ്ങി നീന്താം. ഇവിടെ ഇവർ വീട് പണിയുന്ന സമയത്ത്, നമ്മൾ നാട്ടിൽ വീടൊക്കെ പണിയുമ്പോൾ തറയിൽ മണ്ണും കല്ലൊക്കെ അല്ലേ ഇടുക. ഇവിടെ വന്നിട്ട് പവിഴപ്പുറ്റാണ് കേട്ടോ ഇടുവേ. കണ്ടങ്ങൾ ഫുള്ള് പവിഴപ്പുറ്റിട്ടിട്ട് പുതിയൊരു വീടിൻ്റെ എന്നൊരു പണിയാണ്. അതിന് കരഭൂമിയെല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ചെറുതായിട്ട്, പക്ഷേ അസൽ കടൽ തന്നെയാണ്. ഇവിടെ ഒരു വീടിൻ്റെ ഇവിടെ ഉണ്ടാക്കിയെടുത്ത കരഭൂമിയുടെ ഭാഗത്ത് എന്തൊക്കെയോ സാധനങ്ങൾ വളർന്നിട്ടുണ്ട്. പച്ചപ്പ്, നൈസ്. ഇവിടെ ഉണ്ടല്ലോ ഒരു ചേച്ചി വന്നിട്ട് ഇതുണ്ടെങ്കിൽ ഈ ക്യാനുകളിൽ കാണുന്നത് ഇവരുടെ കുടിവെള്ളം, അതുപോലെ തന്നെ കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന വെള്ളമൊക്കെയാണ്. അപ്പോൾ ആ ഒരു വെള്ളം കൊണ്ട് ഈ ചേച്ചി വരുന്നതാണ്. ഹലോ. ഈ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഇവരങ്ങ് കരയിൽ പോയിട്ട് അവിടെ നിന്നും വെള്ളം എടുത്തിട്ടാണ് വരിക കേട്ടോ. ഇവിടെ ഉള്ളതൊക്കെ ഉപ്പുവെള്ളമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്യാനുകളിലാണ് ഈ വെള്ളം ശേഖരിക്കുക. ഇതുകൊണ്ടാണ് ഇവിടുത്തെ ബാക്കിയുള്ള എല്ലാ പരിപാടികളും നടക്കുന്നത്. ഞാൻ നടന്ന് നമ്മളുടെ ആ ഒരു മസ്ജിദിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തി. ഇവിടെ പഴയ മസ്ജിദ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായി. എന്നിട്ട് ഇവർ പുതിയൊരു മസ്ജിദ് പണിയാനുള്ള ശ്രമത്തിലൊക്കെയാണ്. അത് ഞാൻ ക്രിസ്റ്റിയുടെ വീഡിയോ കണ്ടപ്പം മനസ്സിലായിരുന്നു. അവരങ്ങനെ ഒരു പുതിയ മസ്ജിദ് പണിയാൻ വേണ്ടിയിട്ട് ഫണ്ട് റേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയുള്ളത്. അത് ഫുള്ളായിട്ട് സെറ്റായിട്ടില്ല എന്ന് തോന്നുന്നു. എങ്കിൽ ഇതിൻ്റെ പണിയൊക്കെ തുടങ്ങി തീരേണ്ട ടൈം ആയല്ലോ അല്ലേ, ഇത് ആയിട്ടില്ല. ആ പയ്യനെ ഫോളോ ചെയ്ത് ഞാൻ അവൻ്റെ കൂടെ ഇവിടം വരെ എത്തി. അവന് ഞാൻ ചോദിച്ചത് മനസ്സിലായിട്ടില്ല, എന്നാലും പുറകെ പോകും. ഇനിയിപ്പോൾ ഇവൻ ക്ലാസ് കട്ട് ചെയ്ത് വേറെ എങ്ങടെയും പോകാൻ പ്ലാൻ ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും അവനെൻ്റെ ക്യാമറയിൽ കുടുങ്ങി. അല്ല കേട്ടോ, അവൻ കറക്റ്റ് സ്കൂളിലേക്ക് തന്നെയാണ് വന്നത്. ഇതാണ് ഈ നാട്ടിലെ ഇവരുടെ സ്കൂളെന്ന് പറയുന്നത്. നൈസ്. കുറേ പിള്ളേരെല്ലാം അവിടെ വന്നിട്ടുണ്ട്. ചെറിയ ക്ലാസ്സിലെ പിള്ളേരുടെ യൂണിഫോം വന്നിട്ട് ആ കാണുന്ന കളർ ടൈപ്പാണ്. അവൻ വലിയ സീനിയറാണ്. അപ്പോൾ സീനിയറിൻ്റെത് നീലയും വെള്ളയും പോലത്തെ. സ്കൂളിൻ്റെ ബിൽഡിങ് പിന്നെ അത്യാവശ്യം വലുതാണ്. ഇത് കണ്ടെങ്കിൽ നൈസ്. ഇതെല്ലാം തൂണിൽ തന്നെ, വെള്ളത്തിൽ തൂണിൽ നിൽക്കുന്നതാണ്. വെള്ളത്തിലുള്ളൊരു സ്കൂള് ശരിക്കും കേൾക്കുമ്പോൾ ഭയങ്കര ഒരു കൗതുകമുള്ള സാധനമാണ്. പിന്നെ ഇവിടെ മരത്തിൻ്റെ പാലമല്ല, എല്ലാം കോൺക്രീറ്റ് പാലങ്ങളാണ് കേട്ടോ ബിൽഡിങ്ങുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. അതുകൂടാതെ ബിൽഡിങ്ങുകളും അത്യാവശ്യം നല്ല ഉറപ്പുള്ളതാണ്. ഇത് തൂണിൻ്റെ മേലെയൊക്കെയാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. ശരിക്കും ഈ ഒരു നാടിൻ്റെ പുതിയ തലമുറയെ വാർത്തെടുക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ നല്ലതാവണം. ഇവർ പഠിച്ച് വളർന്ന് വലുതായിട്ട് വേണം ഈ നാട്ടിലേക്ക് എന്താ പറയുക, ഇനി കൂടുതൽ വികസനങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരാൾ രാവിലെ വന്നപാടെ തന്നെ ക്ലീൻ ചെയ്യാണ്, അതിൻ്റെയാണ് കേട്ടോ നമ്മൾ കാണുന്നത്. അധ്യാപകരൊന്നും എത്തിയിട്ടില്ല, അതുകൊണ്ട് തന്നെ വിജനമാണ്. കാരണം സമയം രാവിലെ 7 മണി ആയതേ ഉള്ളൂ. ഹലോ, നമ ഫർഗാൻ. ഞാൻ പേര് ചോദിച്ചതാണ് കേട്ടോ. പിള്ളേർ ഒരു ചെറിയൊരു നാണമൊക്കെ ഉണ്ട് ക്യാമറയുടെ മുമ്പിൽ വരാനായിട്ട്. ഇവിടെയും അവർ നിന്ന് എന്തൊക്കെ വർത്തമാനം പറയുന്നുണ്ട്, എന്നോട് ഇൻറ്ററാക്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇവിടങ്ങളിൽ ഈ ചെറിയ കരപോലുള്ള ഭാഗം കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, ഇത് കടൽ തന്നെയാണ്. ഇവർ പവിഴപ്പുറ്റുകൾ എടുത്ത് അടുക്കി വെച്ചിട്ടാണ് ഇങ്ങനെ ചെറിയ രീതിയിലെങ്കിലും കരഭാഗങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ലിറ്റിൽ ഇംഗ്ലീഷ്. ഓക്കെ, വാട്ട് ഈസ് യുവർ നെയിം? അവന് കുറച്ച് ലിറ്റിലായിട്ട് ഇംഗ്ലീഷ് അറിയാമെന്നാണ് പറഞ്ഞത്. ഹൗ ആർ യു? ഇവിടെ ഒരാളത് അഭ്യാസമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ പിള്ളേരോട് ഇൻറ്ററാക്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടി ഭയങ്കര രസമാണ്. ഒരാൾ എന്നെ കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ത്യ എന്നാണ് പറഞ്ഞു. അപ്പം അവർ സന്തോഷമായേ. ഇവർക്ക് നമ്മളെയൊക്കെ കാണുമ്പോഴേ നമ്മൾ ഇന്ത്യയിൽ നിന്ന് തന്നെ ഉള്ളവരാണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ സിനിമകളാണ് കേട്ടോ. ഷാരൂഖ് ഖാനൊക്കെ ഇവിടെ ഭയങ്കര ഫേമസാണ്. ഇന്നലെ രാത്രി ഞാൻ കിടക്കുന്ന സമയത്തെ
ഇവിടെ ഏതോ കരഭാഗത്താണ്, ഇവിടെയാണെന്നറിയില്ല, ഏതോ ഒരു വീട്ടിലെന്തോ പരിപാടിയോ ഫംഗ്ഷനോ അങ്ങനെ പാട്ട് പാടുകയാണ്. ആ പാടുന്ന പാട്ടിൻ്റെ അകത്ത് നമ്മളുടെ കുച്ചു കുച്ചു ഹോത്താഹയില്ലേ, ആ പാട്ട് കുച്ചു കുച്ചു ഹോത്താഹെ ആ പാട്ട് പാടുന്നുണ്ട്. അതാണ് ഇന്ത്യൻ ബോളിവുഡ് സിനിമയ്ക്ക് ഇന്നാട്ടിലുള്ള എന്താ പറയുക ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. ടാറ്റാ. ഓക്കെ, ഇവരോട് ടാറ്റ പറഞ്ഞിട്ട് ഞാൻ കുറച്ചും കൂടി അങ്ങോട്ടേക്ക് നടക്കട്ടെ. ഇവിടെ ഒരു ഫാമിലി കുടുംബം പോകാൻ വേണ്ടിയിട്ട് കാറ്, ബൈക്ക് പോലുള്ള സാധനമൊന്നുമില്ല. ഓൾമോസ്റ്റ് വീടുകളിലെല്ലാം ഇതുപോലത്തെ ചെറിയ തോണികളുണ്ടാവും. ഈ തോണി തുഴഞ്ഞാണ് ഇവർ കരയുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നത് കേട്ടോ. കണ്ട, കരയിലേക്ക് പോവുകയാണ് അവർ. ഞാൻ പിള്ളേരുടെ കുറച്ച് ഫോട്ടോസൊക്കെ നമ്മളുടെ ഫോണിൽ എടുത്തു കൊടുത്തു കേട്ടോ. ജസ്റ്റ് ഞാൻ പിള്ളേരോടൊക്കെ ബൈ പറഞ്ഞ് ടാറ്റ പറഞ്ഞ് വീണ്ടും മുമ്പോട്ടേക്ക് പോവുകയാണ്. അല്ലെങ്കിൽ പിള്ളേർ ഇനിയിപ്പോൾ കുറച്ചുകൂടി കഴിയുമ്പോൾ നല്ലോണം കൂടും, അപ്പോൾ ആളുമാകും, ബഹളമാകും. പിന്നെ ഇവിടെ എല്ലാ വീടിനോടും കണക്ട് ചെയ്തിട്ട് വലിയ പാലങ്ങളില്ല. അതുകൊണ്ട് ഇവിടെ 2-3 പലകളൊക്കെ ഇട്ടിട്ടാണ് അങ്ങോട്ടേക്കുള്ള വീടുകളെയൊക്കെ തമ്മിൽ കണക്ട് ചെയ്തേക്കുന്നത്. ഇവിടെ പിന്നെ ആ ഒരു ഭാഗത്തേക്കായിട്ട് ഈ ഒരു സ്കൂളിൻ്റെ എക്സ്റ്റൻഷൻ ബിൽഡിങ്ങും നമുക്ക് കാണാം. ഇതുകൊണ്ട് സ്കൂൾ ബിൽഡിംഗ് അത്യാവശ്യം നല്ലതാണ് കേട്ടോ. ഇവിടെ വന്നിട്ടുണ്ടല്ലോ, ഈ കരയിൽ നിന്ന് മണ്ണ് കൊണ്ടുവന്നിട്ട് ആ ഒരു മണ്ണിൽ കൃഷി ചെയ്യുന്ന ഒരു ചേട്ടനെയൊക്കെ കാണാം. ചാക്കിൽ കൃഷി ചെയ്യുന്ന പരിപാടി കേട്ടോ. പച്ചക്കറി ഐറ്റംസൊക്കെ ഉണ്ട്. പുള്ളി എന്ത് രാവിലെ എണീറ്റിട്ട് അത് അതിൻ്റെ അകത്ത് നോക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ, കീടങ്ങൾ വല്ലതും ഉണ്ടോ എന്നൊക്കെ ഉള്ളത്. നമ്മൾ മീനൊക്കെ ഇടുന്ന ആ ഒരു പാത്രമില്ല, അതിൻ്റെ അകത്തും ഇങ്ങനെ മണ്ണ് ശേഖരിച്ചിട്ട് ഇവരിതുപോലെ കൃഷികൾ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഇതെന്താ മരപ്പണിയുടെ ഒരു ഷോപ്പാണെന്ന് തോന്നുന്നു കേട്ടോ. അതോ പുതിയതായിട്ട് വീട് പണിതെടുക്കുന്നതാണോ? പുതിയതായിട്ട് വീട് പണിതുകൊണ്ടിരിക്കുക, അതിൻ്റെ വർക്ക് നടക്കുക. അതാണ് പൈസയുള്ള ആൾക്കാർ. ഇതുണ്ടോ, നിങ്ങൾ ഫ്ലോറ് ഇങ്ങനെ ഉള്ള പലക കൊണ്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് ക്യാഷൊക്കെ കുറച്ച് കുറവുള്ള ആളുകൾ ഇതുപോലെ ബാമ്പ് കൊണ്ടുവന്നിട്ട് അത് നടുവേ പൊളന്നിട്ട് അതാണ് കേട്ടോ വീടിനിടുവേ. നമ്മൾ താമസിക്കുന്ന വീടിൻ്റെയൊക്കെ ഫ്ലോർ വന്നിട്ട് ഈ ബാമ്പുമാണ്. അവിടെ ഉണ്ടല്ലോ, ഇതാ ഒരു ചേച്ചി പച്ചക്കറി വിൽക്കാൻ വേണ്ടി വന്നതാണ്. കണ്ട, തോണിയിൽ സാധനങ്ങളിങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. വാഴപ്പഴവും മറ്റ് സാധനങ്ങളും ഒക്കെ ഉണ്ട്. ആ ചേച്ചിയുടെ മുഖത്തും ഇവരുടെ നാച്ചുറലായിട്ടുള്ള ഒരു സൺ ക്രീം നമുക്ക് കാണാം. ഇതാ അവിടെ വേറെ ചേച്ചിയുണ്ട്, ചേച്ചി വില പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു കൊച്ചുണ്ടേ. ജസ്റ്റ് ഞാൻ ആ പച്ചക്കറി ഹലോ എന്തൊക്കെയാണെന്നുള്ളത് നോക്കട്ടെ. ആ ഒരു വീടിൻ്റെ മുമ്പിൽ കൂടി കയറിയിട്ട് ഇതിലേ വന്നിറങ്ങിയിട്ടുണ്ട്. ഇവർക്ക് കുറച്ച് ലാൻഡ് ഉണ്ട് കേട്ടോ ഈ വീട്ടുകാർക്ക്. യെസ്, ഇതാണ് നമ്മളുടെ ഇവിടുത്തെ ഒരു ഷോപ്പ് എന്ന് പറയുന്നത്. തോണിയിൽ എല്ലാം വെള്ളത്തിലാണല്ലോ ഇവിടെ. ആ ചേച്ചിയുടെ മുഖം ശരിക്കും നമ്മൾ കണ്ടിട്ട് പെട്ടെന്ന് ഇരുട്ടത്തൊക്കെ കണ്ടാൽ പേടിച്ചു കേട്ടോ. ആ സാധനം തേച്ചിട്ടാണ്. ഇവിടെ പച്ചക്കറി മാത്രമല്ല, പച്ചക്കറിയല്ല ശരിക്കും കഴിക്കാനുള്ള സാധനങ്ങളാണ്. പഴം പൊരിച്ചത്, പിന്നെ വേറെന്തോ ഒരു പൊരി, പുഴുങ്ങി വെക്കുന്ന സാധനം, പിന്നെ പഴം, പിന്നെ നമ്മൾ നേരത്തെ ആ ഒരു വീട്ടിൽ കണ്ട ആ ഒരു സാധനം, അങ്ങനെയുള്ളതൊക്കെയാണ് വിൽക്കാൻ വന്നേക്കുന്നത്. അതായത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലേ, അത് വിൽക്കുന്നതാണ് കേട്ടോ. നൈസ്. അങ്ങനെ ഇവിടുത്തെ കച്ചവടം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ആ ചേച്ചി അടുത്ത സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. ഇന്ത്യ താങ്ക് യു, സീ യു. ഇവിടങ്ങളിലൊക്കെ ഉണ്ടല്ലോ, ഇവിടുത്തെ ഷെഡിൽ ഇവർ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ട് കയറ്റി നിർത്തിയേക്കുന്ന കാഴ്ച കാണാതെ. കുറേ ആളുകളും രാവിലെ തന്നെ മീൻ പിടിക്കാൻ പോയിട്ടുണ്ട്. അതിൽ ഇന്ന് പിടിക്കാൻ പോകാത്ത ആൾക്കാരുടെ ബോട്ടാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ ഈ ഒരു വീട് പണിയാൻ വേണ്ടിയിട്ട് ജില്ലിക്കല്ല് എങ്ങനെയാണെന്ന് നോക്കിയാൽ, ജില്ലിയല്ല ശരിക്കും, അതും കോറലാണ്. കോറൽ കല്ല് നോക്കിയാൽ നമ്മളുടെ ജില്ലിയുടെ പല പല ഷേപ്പിൽ ഇവിടെ പൊട്ടിച്ച് സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇവിടെ ഹലോ, സ്കൂളിൽ പോകുന്നൊരു കൊച്ച് മടിച്ചാണ് പോകുന്നത്. ഇന്ന് വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങിയതാണെന്ന് തോന്നുന്നു.
എന്നെപ്പോലെ തന്നെ എനിക്കും നേരം വെളുത്തു കഴിഞ്ഞ് രാവിലെ സ്കൂളിൽ പോകാൻ പണ്ട് ചെറുപ്പത്തിൽ നല്ല മടിയായിരുന്നു എന്ന് അമ്മ പറഞ്ഞിരുന്നു. മാത്രമല്ല എനിക്ക് നല്ല ഓർമ്മയുണ്ട്, എനിക്ക് നല്ല മടിയായിരുന്നു സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. എന്തോ നേരം വെളുത്ത് കുളിയെല്ലാം കഴിഞ്ഞ് യൂണിഫോം ഇട്ട് കഴിയുമ്പം അപ്പാടെ എനിക്ക് ഹോംലി സിക്നെസ് വരും. അല്ലാതെ മടിയായിട്ടൊന്നുമല്ല. അപ്പോൾ പിന്നെ പോകാണ്ടിരിക്കാനൊക്കെയുള്ള ശ്രമമാണ് ഞാൻ പിന്നെ നടത്താറ്. എന്നെ അമ്മ അടിച്ചടിച്ച് സ്കൂളിലേക്ക് പറഞ്ഞു വിടും കേട്ടോ. ഓരോ ദിവസവും രാവിലെ ഈ ഒരു സ്കൂൾ കാണുന്ന സമയത്ത് എനിക്കത് ഓർമ്മ വരുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ചെന്നിട്ട് ആ പഴയ കാര്യം വീണ്ടും വീണ്ടും ഓർത്തെടുക്കാൻ പറ്റുന്നു. ഇവിടത്തെയൊക്കെ പല കോൺക്രീറ്റ് പാലങ്ങളെ ഓൾമോസ്റ്റ് നശിച്ച്, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മേലെ കൂടി ഇപ്പം വുഡൻ പോർഷൻസാണ് ഇട്ടേക്കുന്നത്. ഹലോ. ആളുകൾ ഷോപ്പിലോട്ടും അതുപോലെ തന്നെ പല സ്ഥാപനങ്ങളിലോട്ടും സ്കൂളിലോട്ടൊക്കെ പോകുന്നതിൻ്റെ തിരക്കാണ് കേട്ടോ. ഗുഡ് മോർണിംഗ്. അപ്പാ ഇതു തിരത്താവോ? ആണോ? എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ. എന്താ അവിടെ ഒരു ഓ കക്കയുടെ എന്നാണെന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത്. എന്തുണ്ടെങ്കിൽ ഓയിസ്റ്റർ അല്ല, കക്ക അല്ല. ചേട്ടാ ഇതെന്താ സാധനം ഇത്? ഓയിസ്റ്റർ തന്നെയാണോ? കക്കയുടെ പോലത്തെ തന്നെയുള്ള എന്തോ ഒരു കവറാണ് കേട്ടോ. അപ്പോൾ അതിവിടെ കുറേ എണ്ണം കൊണ്ടുവന്ന് കൂട്ടിയിട്ടിട്ടുണ്ട്. എന്താ പക്ഷെ കക്കയുടെ അത്രയും ഉള്ളൊന്നുമില്ല ഇതിന്. നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇതെന്തിനാണെന്ന് യൂസ് ചെയ്യുന്ന പോലും. അവിടെയെല്ലാം കുറേ എണ്ണം കൂട്ടിയിട്ടിട്ടുണ്ട്, വലിയ കൂനയായിട്ട്. ആ ചേച്ചി എന്തോ പറഞ്ഞു തരാൻ ശ്രമിച്ചിരുന്നു, എനിക്ക് മനസ്സിലായില്ല എന്താണെന്നുള്ളത്. എന്തായാലും ഇവർക്ക് ആവശ്യമുള്ളൊരു സാധനമാണ്. വിൽക്കാൻ വേണ്ടിയിട്ടോ അതോ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ, ചിലപ്പം ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി സിമെൻറ്റിന് പകരമായിട്ടൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും. കാരണം ഈ കറ്റ നീറ്റി പണ്ട് അങ്ങനെയാണല്ലോ, ചുണ്ണാമ്പ് കൊണ്ടല്ലേ വീടൊക്കെ പണിതുകൊണ്ടിരുന്നത്. എന്തായാലും ഇവിടെയൊക്കെ ഉണ്ട്. നൈസ്. ഇതിനെപ്പറ്റി കൂടുതൽ ഞാൻ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ, അതായിരിക്കും നല്ലത്. ഇവിടെ ഈ ഒരു വീട്ടിൽ ഇതുണ്ടോ, കോറൽസിൽ വളരുന്ന ആ ഒരു ചെടി, അത് പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നൈസ്. നമ്മൾ ഓൾമോസ്റ്റ് നടന്നുണ്ടല്ലോ ഈ ഒരു നാടിൻ്റെ വടക്കൻ ഭാഗം എത്തിയിട്ടുണ്ട്. വെള്ളത്തിലുള്ള ഈ ഗ്രാമേ ഇവിടെ നിന്ന് ഇനിയിപ്പം അങ്ങ് ആ പോർഷനിലേക്ക് നമ്മളുടെ കലഡൂബ എന്ന് പറയുന്ന ഒരു ഐലൻഡിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. അപ്പം ഇത്രയാണ് ഇവരുടെ ഈ ഗ്രാമത്തിൻ്റെ വടക്കൻ അതിർത്തി വരുന്നത്. എല്ലാ അതിർത്തിയിലും ബോട്ട് എടുക്കാനുള്ള ഫെസിലിറ്റി, എല്ലാ അതിർത്തിയിലല്ല, എല്ലാ വീടുകളിലും ബോട്ട് എടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ കടലിൽ ജീവിക്കുന്ന ആളുകൾക്ക് ബോട്ട് ഇവിടെ അടുപ്പിച്ചല്ലേ പറ്റത്തുള്ളൂ അല്ലേ. ഈ ഗ്രാമത്തിൻ്റെ പുറത്തേക്ക് വന്നു നിന്ന് ഗ്രാമത്തിൻ്റെ ഉള്ളിലോട്ട് നോക്കുമ്പോഴാണ് ശരിക്കും ഈ ഒരു വാട്ടർ വില്ലേജ് എത്രമാത്രം ബൃഹത്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. 1000 വീട് ചിലപ്പോൾ ഉണ്ടാവുമല്ലേ. ഒരു ചെറിയൊരു കണക്ക് എന്നോട് അവിടെ നിന്ന് ഹോം സ്റ്റേ എന്ന് പറഞ്ഞപ്പോൾ ഞാനത് നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. 1000 വീടാണോ ഇനിയിപ്പോൾ 1000 ആൾക്കാരാണോ പോലും. ശരിക്കും ഉണ്ടല്ലോ, അവതാറിൻ്റെ 2ാം ഭാഗം ദ വാട്ടർ വേൾഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഇൻസ്പയർ ആയത് വെള്ളത്തിൽ അതിജീവിക്കുന്ന ഇവരുടെ ജീവിതമാണ് എന്നുള്ളത് അറിഞ്ഞപ്പം മുതൽ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചതാണ് കേട്ടോ. ശരിക്കും ആ ഒരു സിനിമയിൽ അവിടെയുള്ള ആളുകൾ സർവൈവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളില്ലേ, അതൊക്കെ തന്നെയാണ് ഇവരും ചെയ്യുന്നത്. ഇവരുടെ പരമ്പരാഗത രീതി എന്ന് പറയുന്നുണ്ടല്ലോ, ശരിക്കും ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. മീനുകൾ കിട്ടുന്നതൊക്കെ അനുസരിച്ച് ഇങ്ങനെ കുറച്ച് വർഷങ്ങൾ ഇതുപോലുള്ള ഒരു ഏരിയ വന്ന് ഈ സാധനം വീടൊക്കെ അടിച്ച് അവിടെ താമസിക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവിടുത്തെ മീൻ കാര്യങ്ങളൊക്കെ കുറയുന്ന സമയത്ത് ഇവർ മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തു പോകും. അപ്പം അതുകൊണ്ടാണ് ഇവരെ ജിപ്സീസ് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ സീ നൊമാഡ്സ് എന്നറിയപ്പെടുന്നത് കേട്ടോ. അങ്ങനെയുള്ള ആളുകൾ ഇപ്പോഴും ഈ കടലിൻ്റെ പല ഭാഗങ്ങളിൽ ഉണ്ട്. ഇവർ പക്ഷേ കുറച്ചും കൂടി ഇവിടെ സെറ്റിലായി. ഇവിടെ ഉണ്ടല്ലോ, ശരിക്കും കടലിലാണെങ്കിലും ഇങ്ങോട്ടേക്ക് കറണ്ട് കണക്ഷനൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വീടുകളിൽ TV പോലുള്ള സാധനങ്ങൾ, ഫ്രിഡ്ജ് പോലുള്ള സാധനങ്ങളൊക്കെ ഉള്ള അത്യാവശ്യം കുറച്ച് ക്യാഷൊക്കെ ഉള്ള വീടുകളിൽ ആ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇവർക്ക് പിന്നെ കറണ്ടിൻ്റെ കണക്ഷൻ വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ആ ഒരു കലഡൂബ എന്ന് പറയുന്ന ആ ഒരു ഐലൻഡ് കുറച്ചും കൂടി ഇതിൻ്റെ വടക്കൻ ഭാഗത്ത് കുറച്ച് അടുത്തുള്ളതുകൊണ്ട് കടലിൽ കൂടി പോസ്റ്റ് ഇട്ട് കൊടുത്തേക്കുന്നതാണ്. എല്ലാ വീട്ടിലും ബോട്ടുകളുണ്ടല്ലോ, കയറ്റിയിടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഷെഡില്ല. പല വീടുകളുടെയും ഇതുപോലെ വീടിൻ്റെ അടിഭാഗത്താണ് കേട്ടോ ഈ ഒരു ബോട്ടുകൾ കയറ്റിയിടുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതുണ്ടെങ്കിൽ ഇവർക്ക് പ്രത്യേകമായിട്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ബോട്ടിന് വെക്കാൻ പറ്റുന്ന ടൈപ്പ് സ്റ്റാൻഡുകളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയുള്ള ആ ഒരു വീട്ടിലെ ബോട്ട് വന്നിട്ട് ഫൈബർ ബോട്ടാണ്. അതുകൊണ്ട് അത് അവരുടെ ആ ഒരു വീട്ടിലോട്ട് കയറാനുള്ള ഏണിയിലേക്ക് കണക്ട് ചെയ്ത് വെച്ചേക്കുകയാണ്. നേരത്തെ നമ്മൾ എന്ത് സാധനമാണെന്ന് നോക്കി ശങ്കിച്ച് നിന്ന അതേ ഒരു സ്ഥലത്ത് ഒരു ചേച്ചി വന്നിട്ട് അത് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് നോക്കാം അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്നുള്ളത്.
ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല. ഇതിങ്ങനെ കത്തിക്കൊണ്ട് ഇതാക്കിയെടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ചെളി പോലത്തെ എന്തോ സാധനമുണ്ട്. ആ സാധനം അവർ കളയുന്നു. എന്നിട്ട് അത് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? ചെറിയ എന്തൊരു സാധനമുണ്ട് കേട്ടോ. പക്ഷെ അത് മോശമായതാണ്, പോയതാണ്. അത് പോകാൻ വേണ്ടിയിട്ട് ഇട്ടേക്കും. അതിനകത്ത് പുഴുവൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ ഇതിൻ്റെ തൊലി മാത്രമേ എടുക്കുന്നുള്ളേ. നമന്യപ്പ നമന്യ പേര് ചോദിക്കാൻ ഞാൻ ശ്രമിച്ചു, പക്ഷെ കിട്ടിയില്ലേ. ഇതിൻ്റെ ഒരറ്റത്ത് കണ്ടെങ്കിൽ ഇങ്ങനെ ആ ഒരു ജോയിൻ്റ് ഭാഗം നല്ല ഡിസൈൻ. നമ്മളുടെ ഒരു നാട്ടിൽ പണ്ടൊരു റായൊക്കെ ഉണ്ട് ഇതേ ഡിസൈനിലുള്ള സെയിം സാധനം. ഓക്കെ, തെരുമക്കാശി. പേരെന്താണെന്നുള്ളത് കിട്ടിയില്ല, പക്ഷേ എങ്കിൽ അതിങ്ങനെ പൊളിച്ചിട്ടാണ് വെക്കുന്നതെന്നുള്ള കാര്യം മനസ്സിലായില്ല. ഇത് തിന്നാൻ വേണ്ടി ഒന്നും യൂസ് ചെയ്യുന്നതല്ല, സംതിങ് വേറെ എന്തോ കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ ഈ വീട്ടിലുണ്ടല്ലോ കുറച്ച് കൂടുതൽ പച്ചപ്പൊക്കെ കാണുന്നുണ്ട്. അതുകൂടാതെ വീടിൻ്റെ ഫ്രണ്ടിൽ കണ്ടെങ്കിൽ പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് സെറ്റാക്കിയേക്കുന്ന ഇവിടെ 2 പിള്ളേരെ സ്കൂളിൽ പോകാതെ ഇന്നിരിപ്പുണ്ട് കേട്ടോ. മടി പിടിച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു എന്നെപ്പോലെ. കൊള്ളാം. നമ്മുടെ ആ ഒരു വീട്ടിലെ ചേച്ചി അവരെന്തോ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ ആ പിള്ളേരെ. ഇവിടെ പിള്ളേർ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ മുട്ടായും മറ്റ് പരിപാടികളൊക്കെ വാങ്ങുന്ന പരിപാടി ഉണ്ടല്ലോ, രാവിലെ സ്കൂളിൽ എത്തുന്നതിന് മുമ്പ്. അങ്ങനെയുള്ളൊരെന്തോ പരിപാടി ഇവിടുത്തെ ഈ ഒരു കടലിൽ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ എന്തൊക്കെയോ വെള്ളമൊക്കെ പിള്ളേർ കുടിക്കാനുള്ളതൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ ഐസ് പോലത്തെ എന്തോ സാധനമാണ്, നമ്മളുടെ ഐസൊക്കെ പോലെയുള്ളത്. എല്ലാ പിള്ളേരുടെ മുഖത്തും നമുക്ക് കുഞ്ഞു പിള്ളേരുടെയൊക്കെ മുഖത്ത് ഉണ്ടോ നിങ്ങൾ ആ ഒരു സൺക്രീം തേച്ചേക്കുന്നത് കാണാതെ. ഇവിടെ ഇവൻ്റെ മുഖത്തൊക്കെ അത് തേച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ആളുടെ മുഖത്തൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ ഒരു കൊച്ച് കരയുന്നുണ്ട്, സ്കൂളിൽ പോകാൻ മടിച്ചിട്ടാണോ എന്നറിയില്ല. അപ്പോൾ അവളുടെ മുഖത്തൊക്കെ നല്ല രീതിക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടെങ്കിൽ ഇന്ത്യ ഇന്ത്യ എല്ലാവരും എന്നെ കണ്ടിട്ട് പറയുന്നുണ്ട് കേട്ടോ, സെയിം സാധനം. അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ എന്തോ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഒരു ഹലോ പറഞ്ഞപ്പോൾ തിരിച്ച് ഹലോ റിപ്ലൈ കിട്ടി. അതിനർത്ഥം അങ്ങോട്ട് പോകാമെന്നുള്ളതാണ്. ഞാൻ അങ്ങനെ പോകും. അപ്പോൾ ഇവിടെ എന്തോ സാധനം ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ളത് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. ഹായ്, കുക്കിംഗ് singkong. ഓക്കെ, ഈറ്റിംഗ് കഴിക്കുന്ന. ഇതെന്താണെന്നറിയാവോ? കപ്പ പോലത്തെ എന്തോ. ഇന്ത്യ, യെസ് ഇന്ത്യ. Apa kabar? Alhamdulillah. Oke. Aku suka orang India. Aku suka bilang ശരിക്കും കപ്പയാണെന്ന് തോന്നുന്നു കേട്ടോ. അതെ, കപ്പ തന്നെ. Aku sayang. മേരെ തുംസെ പ്യാര് കർത്തിയ. ആരോ നാട്ടിലുള്ള ആരോ പഠിപ്പിച്ചു കൊടുത്തതാണ് കേട്ടോ. ഇവരുടെ വീടിൻ്റെ താഴെ ഇരുന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. മക്കാൻ. കഴിക്കാൻ വേണ്ടി തന്നെ ഉണ്ടാക്കുന്നതാണ്. നമ്മളുടെ കപ്പ തന്നെയാണ് കേട്ടോ. അത് കപ്പ തന്നെയാണോ? കപ്പ പോലെയുള്ളൊരു കിഴങ്ങാണ്. അത് ഉണക്കിയിട്ട് ശരിക്കും വെള്ളത്തിലിട്ട് എന്തോ ചെയ്തേക്കുന്നതാണ്. കാരണം അത്യാവശ്യം നല്ല സോഫ്റ്റ് ഉണ്ട് ഈ സാധനം. അത് എന്നിട്ട് ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുവാണ്. നൈസ് എനിക്ക് പറഞ്ഞു തന്നെയാണ് കേട്ടോ. ഇതുണ്ട് ഭാഷയിൽ ഞാൻ ട്രാൻസ്ലേറ്റർ എടുത്ത് കൊടുത്തപ്പം ആളുടെ മുഖം കാണുന്നില്ല, അതുകൊണ്ട് എന്തും പറയാം കേട്ടോ. ഇവരുടെ വീടിൻ്റെ അടിഭാഗത്ത് ഇവർ ഈ ബാമ്പു കൊണ്ട് തന്നെ വലിയൊരു കട്ടിൽ പോലെ, കട്ടിൽ എന്ന് പറയാൻ പറ്റില്ല, അതിൽ വലിയൊരു സാധനം പ്ലാറ്റ്ഫോം പോലെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് പകൽ സമയങ്ങളിലൊക്കെ പണിയൊക്കെ എടുക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് ഇവരെല്ലാവരും ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുക. അപ്പം വെടിവെട്ടം പറഞ്ഞിരിക്കാനാണെങ്കിലും ഒക്കെ ഇതിൻ്റെ അടിയിലിരിക്കാം. കാരണം വെയിലും കൊള്ളത്തില്ല, പണിയും നടക്കും ഒക്കെ ആയിട്ട്. ഓക്കേ, മക്കാശി. വെയിലുണ്ടല്ലോ, തെളിഞ്ഞു വന്നപ്പോഴത്തേക്കുമാണ് ഞാൻ ഇവിടുത്തെ കടലിനെ പറ്റി കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ശ്രദ്ധിക്കുന്ന സമയത്ത് ഇതുണ്ടെങ്കിൽ വെറും കടലല്ല, ഇവിടെ എന്തൊരു പായൽ പോലത്തെ സാധനം വളരുന്നുണ്ട്. അതുകൂടാതെ കുറേ മീനുകൾ നമ്മൾ ഓൾറെഡി കണ്ടു. അതുകൂടാതെ നമ്മളുടെ നാട്ടിൽ കൂണില്ലേ, അതേപോലത്തെ വേറെയും കൂൺ ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതുണ്ടെങ്കിൽ നല്ല വെള്ളം ക്രിസ്റ്റൽ ക്ലിയറാണ്. അതുകൊണ്ട് ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ ഇവരുടെ ഒരു വീടിൻ്റെ പണി നടക്കുന്നുണ്ട്. വീടിൻ്റെ പണി ഇങ്ങനെയാണുണ്ട്. ആദ്യമേ തൂണ് പണിയും, അതിന് ശേഷം അതിൻ്റെ മേലെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കലാണ്. പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയതിന് ശേഷം പിന്നീട് ഫ്രെയിം സെറ്റ് ചെയ്യാണ് കേട്ടോ, ഭിത്തിയെ. അതിന് മുമ്പ് മേൽക്കൂര കാര്യങ്ങളൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്യും. ദെൻ ബാക്കി ജനൽ കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റാക്കും. ഇത് അത്യാവശ്യം ക്യാഷുള്ള ആളുകളാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അവൻ്റെ ഒരു ഫോട്ടോ ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവർ 2 പിള്ളേരെ അവിടെ നിന്ന് കണ്ടതാണ്. അവരുടെ എത്തി നോക്കുന്നുണ്ട് എൻ്റെ.
ഇത് കടലിൽ നിന്ന് പിടിച്ച ഇവരുടെ മീൻ അതിനെ ഉണക്കാനായിട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇവർ മീൻ ഉണക്കി സൂക്ഷിക്കുന്ന പരിപാടിയുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഉണക്കിയിട്ട് ഫ്രഷ് മീനുകളെ പുറത്ത് കൊണ്ടുപോയി വെക്കും. ഹലോ, അപ്പോൾ അത് ഇവരുടെ ഒരു പരിപാടിയാണ്. ഈ പോകുന്ന വഴിക്കെല്ലാം ചെറിയ ചെറിയ ഷോപ്പുകൾ ഇതുപോലുള്ളതെല്ലാം ഷോപ്പാണ് നമുക്ക് കാണാം കേട്ടോ. ഓരോ വീടിനോടും ചേർന്നിട്ട് തന്നെ. ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലെങ്കിൽ ഈ മരം കണ്ടിട്ട് ഓർമ്മയുണ്ടോ? എന്നിട്ടും ഓർമ്മയില്ലെങ്കിൽ ഞാൻ എന്ത് പറയാനാ. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ അന്നേരം ഇപ്പോൾ ഒരു പരിപാടി നടക്കുമായിരുന്നു. ശരിക്കും ആ പരിപാടി എന്തായിരുന്നു എന്നറിയാമോ? ഇവിടെയുള്ള 4 പിള്ളേരുടെ സുന്നത്ത് കല്യാണം, സുന്നത്ത് തന്നെയല്ലേ പറയുന്നത്, അതായിരുന്നു കേട്ടോ. അപ്പോൾ അതിനോടനുബന്ധിച്ച് പരിപാടികളൊക്കെ ഇവിടെ നടന്നതാണ്. ആ വീട്ടിലൊക്കെ ഒരു ചേട്ടനൊക്കെ ഉണ്ട്. അപ്പം കബർ രാവിലെ ഇങ്ങനെ വീടിന് പുറത്തോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കണം. ആ ചേട്ടനെ കണ്ടിട്ടുണ്ട്. ശരിക്കും നമ്മുടെ നാട്ടുകാരൻ്റെ ഒരു ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത് അറിയാമോ? ഇങ്ങനെയുള്ള രാവിലത്തെ ഓരോ നടത്തത്തിലും ഈ നാട്ടിലെ ആൾക്കാർ ചെയ്യുന്ന ഓരോ പണികളും പിന്നെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ടുള്ള കാഴ്ചകളും ഒക്കെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കൂടുതൽ ദൂരം നടക്കുന്നത്. ഞാൻ ഈ നടത്തം തുടരേണ്ടതുണ്ടോ? നിങ്ങളൊന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. ഓരോ ഗ്രാമത്തിൽ ചെന്നിട്ടുണ്ടെങ്കിലും രാവിലെ എങ്ങനെ എണീറ്റ് നടക്കണോ വേണ്ടേ എന്നുള്ളത്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും പാലത്തിൻ്റെ ഒരു സ്വഭാവങ്ങളൊക്കെ മാറി, വലിയ വലിയ ഗ്യാപ്പ് വന്നു. അപ്പം വ്ലോഗ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അത്യാവശ്യം ശ്രദ്ധിച്ചുകൂടി നടന്നില്ലെങ്കിൽ ചിലപ്പം ഇപ്പോൾ ഒറ്റയടിക്ക് ഞാൻ വെള്ളത്തിലെത്തിക്കളയേ. സൂക്ഷിച്ചും കണ്ട് നടക്കണം. ഇവിടേക്ക് എത്തിയപ്പോഴത്തേക്കും കുറച്ച് ഒച്ചപ്പാടൊക്കെ കേൾക്കുന്നുണ്ട്. കുറേ കൂടി ആളുകൾ കൂട്ടമായിട്ട് ഇരിക്കുന്ന എന്തോ ഒരു സ്ഥലമോ പ്രദേശമോ ഒക്കെ ആണെന്ന് തോന്നുന്നത്. നേരെ നമ്മളൊരു കോൺക്രീറ്റ് ബ്രിഡ്ജ് അങ്ങോട്ടേക്ക് തന്നെയാണ് വന്നേക്കുന്നത്, പാരലായിട്ട്. ഹലോ, ഇവിടെ ഷോപ്പൊക്കെയാണ്. അപ്പം കബർ ഓക്കെ. ഹലോ, അപ്പം കബർ ഓക്കെ. ഇന്ത്യ ഇന്ത്യ യെസ് ഓക്കെ ബൈ. ഇവിടെ ചെറിയ കുറച്ച് കടകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ആളും ബഹളമൊക്കെ എന്ന് തോന്നുന്നു. ഇതുണ്ടോ, നമ്മൾ നടക്കുന്ന ഈ ഒരു പാലത്തിന് അപ്പുറം ഇപ്പുറമായിട്ടാണ് നമ്മൾ നേരത്തെ കണ്ട അതേ ടൈപ്പ് ഫുഡ്. ഹലോ, ഹായ്, സ്കൂൾ. അതേ ടൈപ്പ് സാധനങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും കാണുന്നത്. പക്ഷെ പുട്ടുപോലെയൊക്കെ തോന്നുന്നുണ്ട്. ഇത് എന്താണെന്ന് എനിക്ക് തിരിയുന്നില്ല. എന്തായാലും നമ്മൾ കുറച്ചധികം ദിവസം ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് എന്തായാലും കഴിക്കാം. കുറേ പഴങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മേ ബി ഇവിടെ നിന്നും ഹോൾസെയിലിന് സാധനം വാങ്ങിയിട്ടായിരിക്കും ചെറിയ ചെറിയ സ്ഥലങ്ങൾ. ഹലോ, ഇവർ വിൽക്കാനൊക്കെ ആയിട്ട് പോകുന്ന കേട്ടോ. നൈസ്. ഇവിടെ പിന്നെ തുണിയൊക്കെ ഉണക്കാനൊക്കെ ഇട്ടേക്കുന്നതാണ്. ഇത് വിൽക്കാനൊന്നും വെച്ചേക്കുന്നതല്ലേ. ഹലോ, ആ കൊച്ചു വന്ന് എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് മറ്റേ സലാം വെക്കുന്നില്ല, ആ ഒരു പരിപാടി ചെയ്തിട്ട് പോയി. ഇതും ഒരു ഷോപ്പാണ്. ഹലോ, വാട്ട് ഈസ് ദീസ്? മൊത്തം പാടാണല്ലോ. ലാപ്പാൻ ഓക്കെ. അത്രയും ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരാണ് കേട്ടോ. ഇവർ വന്ന് എന്നോട് കുറച്ച് നേരം വർത്തമാനം പറയായിരുന്നു. ഓക്കെ, ബൈ ബൈ. അതായത് ഹൗ ആർ യു, വാട്ട്സ് യുവർ നെയിം, അതൊക്കെ ചോദിക്കാൻ അവർക്കറിയാം. അപ്പോൾ കുറച്ചും കൂടി വലിയ ക്ലാസ്സിലുള്ള പിള്ളേരാണ്. ഹലോ, അവിടെ നിന്നൊക്കെ കൈവീശി കാണിക്കും. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഹലോ, അതാണ് ഈ നാട്ടിൽ കൂടി നടക്കുമ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു സുഖം എന്ന് പറയുന്നത്. ഈ ആളുകളുമായിട്ടൊക്കെ ഇതാ ഇവിടെ ഒരാൾക്ക് രാവിലെ തന്നെ സൺക്രീം, ഹലോ, സൺക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. നൈസ്. ഇവിടെ ഒരു കുഞ്ഞാൾ നേരത്തെ തന്നെ ക്രീം ഇട്ടിട്ട് അവനെ ഇടയ്ക്ക് തന്നെ നോക്കുന്നുണ്ട്. അവനാണോ അവളാണോ എന്നറിയില്ല. നിഷ്കളങ്കമായ ഭാവം കേട്ടോ. ഇനി അങ്ങോട്ടേക്ക് നടത്തം കുറച്ച് പാടാണ്. ഞാൻ പറഞ്ഞല്ലോ, പാലമൊക്കെ പ്രോപ്പറൊന്നുമല്ല, മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. സൂക്ഷിച്ചും കണ്ട് നടക്കണം. ഞാനെപ്പോഴും ആ ഒരു നിയമം പാലിച്ച് നടക്കുന്നത്, എപ്പോഴും നടുക്ക് ചവിട്ടാനുള്ളത്. അയ്യോ, അതാ അവിടെ അവർക്കൊക്കെ പിന്നെ ഇതൊരു ശീലമല്ല. അതുകൊണ്ട് ഹലോ പറ ഓടുന്നുണ്ട് കേട്ടോ. ഇവിടെ പിള്ളേർ കളിയാണ്. ഇവർ സ്കൂളിൽ പോകാതെ കളിയാണല്ലോ. നോ സ്കൂൾ, സ്കൂൾ, നോ സ്കൂൾ. ഓക്കെ, യെസ് യെസ് യെസ്. പിള്ളേരുമായിട്ട് കമ്പനി ആകുന്നുണ്ടല്ലോ, എന്തുകൊണ്ടും നല്ലതാണ്. നമുക്ക് കുറേ സ്ഥലങ്ങളിലേക്ക് പെട്ടെന്ന് പല വീടുകളിലോട്ടൊക്കെ ആക്സസ് കിട്ടും. ബൈ ബൈ ബൈ. ഇനിയുള്ള കുറച്ച് ദിവസം ഞാനിവിടെ ഉള്ളതല്ല. ഞാനിപ്പോൾ ഇങ്ങനെയുള്ള പിള്ളേരൊക്കെ പരിചയപ്പെട്ട് വെക്കട്ടെ. നൈസ്. ബൈ ബൈ. ഇത് എൻ്റെ വീടാന്ന് തോന്നുന്നു കേട്ടോ.
ഇപ്പോൾ ഉണ്ടല്ലോ വേലിയിറക്ക സമയമാണ്, അതുകൊണ്ടാണ് പല ഭാഗങ്ങളും കരയായിട്ട് കിടക്കുന്നത്. ഞാൻ അടുത്തൊരു വഴിയിലോട്ട് കയറിയപ്പം ഇവിടെ വേറൊരു ഹായ് കാഴ്ച കണ്ടേ. ഇങ്ങനെ ഒരു ഹായ് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. അപ്പോഴാണ് കൂടുതൽ കാഴ്ച നമുക്ക് അറിയാൻ പറ്റും. നൈസ്. ഓക്കെ, ഫിഷിങ്. ഇതുണ്ടല്ലോ സ്പിയർ ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ഇവർ യൂസ് ചെയ്യുന്ന ചൂണ്ടയാണ്. ഇതും കൊണ്ട് കടലിൽ പോയിട്ട് കുത്തി മീനെ പിടിക്കും. അപ്പോൾ അതിന് രാഗി മൂർച്ച കൂട്ടുകയാണ് കേട്ടോ ഇവിടുത്തെ ഈ ഒരു ചേട്ടനെ. വാവ്, ഇത് ശൂലം പോലത്തെ ഈ ഒരു ടൈപ്പിലുള്ളതുകൊണ്ട് അത് കൂടാതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുണ്ടോ ഈ ഒരു രീതിയിലുണ്ട്. കുറച്ച് വലിയ മീനുകളൊക്കെ ഇതുപോലുള്ള ഇതിൻ്റെ അകത്താണ് പിടിക്കുന്നതെന്ന് തോന്നുന്നു. ഇരുമ്പ് കൊണ്ട് ഇതിൻ്റെ ആ ഒരു അറ്റം ഉണ്ടാക്കിയിട്ട് അത് പിന്നെ കണക്ട് ചെയ്തേക്കുന്നത് ബാമ്പൂലേക്കാണ് കേട്ടോ. നല്ല നീളമുള്ള ബാമ്പൂടെ കൊമ്പ്. ഇത് ചെറിയ നീളം, ഇതിന് അത്യാവശ്യം നല്ല നീളമുണ്ട്. ഓക്കേ, ഇനി ഞാൻ ഇവരോടൊക്കെ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാവേ. Perahu kecil ini, aku punya bodyguard kecil. ഓക്കെ, ടാറ്റാ, ബൈ ബൈ. ഹലോ. ഞാൻ അവിടെ നിന്നുണ്ടല്ലോ അപ്പൂപ്പനോട് സംസാരിച്ച് തിരിച്ച് അങ്ങോട്ടേക്ക് പോവാണ്, വീണ്ടും നടക്കുവാണ്. ഞാൻ ചോദിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ആ സ്പിയർ ഫിഷിങ്ങിൻ്റെ സാധനം ഇങ്ങനെ റെഡിയാക്കുന്നുണ്ടല്ലോ. അപ്പം ജസ്റ്റ് എനിക്കും മീൻ പിടിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ വരാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. പുള്ളിക്കാരൻ പറഞ്ഞത് പുള്ളി അത് റെഡിയാക്കുന്ന ആളാണ്, പുള്ളിയുടെ ഫ്രണ്ട്സ് അങ്ങനെ ചെയ്യുന്നവരുണ്ട്, ഞാനത് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞേ. എങ്ങനെ എന്നോട് പറയുമെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ പറയുന്ന ദാൻ എന്ന് പറയുന്ന പുള്ളിയുടെ വീട്ടിലാണ് താമസിക്കുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിലപ്പം വന്ന് വിളിച്ചാലോ. ഇല്ലെങ്കിൽ ദാൻ എന്നോട് പറഞ്ഞിരുന്നു നമുക്കത് നോക്കാം, നമുക്ക് ഒരുമിച്ച് പോകാമെന്നൊക്കെ. നമ്മൾ നമ്മുടേതായ വഴി കൂടി നോക്കണമല്ലോ മീൻ പിടിക്കുന്നതിൻ്റെ ട്രഡീഷണൽ ഭാഗങ്ങൾ. അതൊക്കെ ഈ ഒരു ഭാഗത്തെ എന്താ പറയുക, ശരിക്കും ഇവരുടെ ഒരു കൾച്ചറാണ്, ഇവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതൊക്കെ കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെയാണ് കേട്ടോ നമ്മളിവിടെ വന്നത്. ഹലോ, ഇത് ഇവിടുത്തെ വലിയൊരു ഷോപ്പാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തോട്ട് പോകാം. അവിടെ വേറെയും കുറേ ആൾക്കാരെ വീടുകളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ഞാനുണ്ടല്ലോ ശരിക്കും ഇതായിരുന്നു ഇവരുടെ വീടുകളുടെ ഒരു എക്സാക്റ്റ് ട്രഡീഷണൽ രൂപം എന്ന് പറയുന്നത്. ഓല മേഞ്ഞ മേൽക്കൂരയും അതുകൂടാതെ ബാമ്പു കൊണ്ടുള്ള ഭിത്തിയും പിന്നെ താഴെ ആ ഒരു മരത്തിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ എല്ലാവരും ഈ രീതിയിലുള്ള ഈ ആസ്പെറ്റോസ് ഇതിലേക്ക് മാറിയത്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു വീട് കാണാൻ പറ്റിയ, നമ്മൾ താമസിക്കുന്ന വീടും ഇതുപോലെ തന്നെയാണ് കേട്ടോ. ജസ്റ്റ് ഞാനൊന്ന് അങ്ങോട്ടേക്ക് നടക്കട്ടെ. അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ എല്ലാം പല ഭാഗത്തുനിന്നും ഹലോ ഹലോ ഉള്ള വിളികൾ വരുന്നുണ്ട്. ഹലോ അപ്പം ഒക്കെ പറഞ്ഞ് ചോദിക്കാനൊക്കെ എന്നോട് പറയുന്നുണ്ട്. ബൈ ബൈ. ഇവിടെയുള്ള ഇതൊക്കെ ഒരു കുഞ്ഞുവാ ഇവിടെയുണ്ട്. Siapa nama? Nama? Windy. Si? Windy. Windy. Okay. Nama? Ose. Ose. What's your name? Nama? Pandu. 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 Okay. എല്ലാവർക്കും നല്ല വെറൈറ്റി സൺക്രീം. ആ ഓക്കെ, വെറൈറ്റി നെയിമുകളാണ് കേട്ടോ. ഓക്കെ, ബൈ ബൈ. ഇങ്ങനെയാണ് ആൾക്കാരുമായിട്ട് നമുക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഓക്കെ വന്നത്. ഓക്കെ, ഇവിടെയുള്ള ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള വഴി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അവർ ആ വീടിൻ്റെ താഴെയായിരുന്നു ഇരിക്കുന്നുകൊണ്ടിരുന്നത്. ടാറ്റാ, ബൈ ബൈ. അപ്പോൾ അവിടെ നിന്നൊരു ഹായ് കേട്ടപ്പോൾ ഞാൻ അങ്ങോട്ട് പോയതാണ്. ഒരു വീടിൻ്റെ മുമ്പിലോട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ ഇതുണ്ട് നമ്മളുടെ കക്ക. യെസ്, പക്ഷേ ഇതിൻ്റെ ഉള്ളിലുള്ള സാധനമൊക്കെ എടുത്ത് ശംഖ് പോലെയുള്ള കക്ക, അതിൻ്റെ ഈ ഒരു സാധനം ഉണക്കാനായിട്ട് വെച്ചേക്കുവാണ് കേട്ടോ. ഇത് അതിൻ്റെ ഒരു വീടാണ്. ഈ വീടിൻ്റെ ഉള്ളിൽ ആരെയും കാണാനില്ല. കാണുമായിരുന്നെങ്കിൽ ചോദിക്കാമായിരുന്നു ഇതിൻ്റെ ഉള്ളിലെ സാധനം എന്താ ചെയ്തതെന്നുള്ളത്. ചിലപ്പോൾ തിന്നിട്ടുണ്ടാവും. ഹലോ, ഇവിടെ ഒരാളുണ്ട്. ഹലോ. യെസ്, ഇങ്ങനെയാണ് പിള്ളേരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ പിള്ളേർക്ക് പേടിയൊക്കെ മാറും, ഭയങ്കര രസമായിരിക്കും നമുക്ക്. ഞാനിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴേ ഇവിടെ എന്നെ ഒരാൾ പുറകിൽ നിന്ന് വിളിച്ച് നോക്കുമ്പോൾ നമ്മുടെ വെള്ളത്തത്തയില്ലേ, തത്താൻ തന്നെയാണ് ഇനി പറയുന്നത്, അവനാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാടതി? ആ പരിപാടിയൊക്കെ നടന്ന സ്ഥലത്തേക്കില്ലേ അവിടേക്ക് തിരിച്ചെത്തിയപ്പോഴത്തേക്കും ഇവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഈ നാടിൻ്റെ ഒരു പാട്ട് വെച്ചതല്ല കേട്ടാ, ഇവിടെയുള്ള രാജാട്ടൻ പാടുന്നതാണ്. ആഹാ,
ഇവിടെ ചേച്ചിമാരുണ്ടല്ലോ, ഇന്നലത്തെ പരിപാടിക്ക് ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ അതിന് ശേഷമുള്ള പാത്രങ്ങളൊക്കെ കഴുകുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, അതായത് ഇവിടുത്തെ എന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിറ്റി ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നടക്കുന്നത് കുറച്ച് ലാൻഡ് വേണമല്ലോ, കുറച്ചധികം ആൾക്കാർക്കൊക്കെ ഇരിക്കാൻ പറ്റണ്ടേ. അപ്പം അത് ഈ ഒരു ചുറ്റുവട്ടത്താണ്, കാരണം ഇവിടെ കുറച്ച് ലാൻഡ് ഏരിയ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു സ്ഥലം നമ്മൾ കണ്ടു. അവിടെ ഒരു അപ്പൂപ്പനുണ്ടല്ലോ, ഇതാ ഒരു ഷെഡിൽ, ഇത് മീനിൻ്റെയൊക്കെ സാധനങ്ങളൊക്കെ വെക്കുന്ന, വലകളൊക്കെ വെക്കുന്ന ഒരു ഷെഡിലിരിക്കുകയാണ്. അപ്പം ഞാൻ ജസ്റ്റ് പോകുന്ന വഴിക്ക് അപ്പം അക്കബർ ജസ്റ്റ് ഹായ് പറഞ്ഞ് വർത്തമാനം പറയാൻ വേണ്ടിയിട്ട്. മന ഇന്ത്യ 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 ഹാ ഓക്കെ. ഇവിടെയുള്ള ഈ ഒരു വെള്ളം ഉണ്ടല്ലോ, വെറുതെ ഇങ്ങനെ കെട്ടിക്കിടക്കുമല്ല കേട്ടോ ചെയ്യുന്നത്, ഇത് ഒഴുകുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? അതായത് വേലിയേറ്റവും വേലിയിറക്കവും വരുന്ന സമയത്ത് ഈ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങുകയും ചെയ്യുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കടലിലേക്ക് വെളിഞ്ഞു പോകും കേട്ടോ. പിന്നെ ഇവിടെയുള്ള മീനുകളും ഇത് കഴിക്കുകയും, അതുങ്ങളുടെ ഭക്ഷണം എന്ന് പറയുന്നത് ഇവിടുത്തെ ഓരോ ആൾക്കാരുടെ ഫുഡ് വേസ്റ്റുകൾ, മറ്റു കാര്യങ്ങൾ, വേറെ കുറേ ഉണ്ട് കഥകൾ, അതൊക്കെയാണ്. ദൈവമേ, ഞാൻ നടന്നിത് എവിടെ എത്തി? ഇങ്ങോട്ട് തന്നെയാണോ വരേണ്ടത്? അപ്പം ഖബർ ഓക്കെ. എനിക്ക് ആകെ അറിയാവുന്നൊരു വാക്ക് ഇവിടുത്തെ അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കാണുന്ന എല്ലാവരോടും അപ്പാ ഖബർ എന്ന് ചോദിക്കുന്നത്. നമുക്കൊരു ആൾക്കാരുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു വഴി നമ്മൾ വിടാൻ പാടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ വേണം ആളുകളായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യാനുമേ. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് കയറി ചെല്ലുന്ന സമയത്ത് അവിടെ നിന്ന് പല കാഴ്ചകളും നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ? ഒരു നാട് കാണാൻ ഇറങ്ങണമെങ്കിൽ ആ നാടിൻ്റെ ഭാഷ അറിയണമെന്ന് ഒരു നിർബന്ധവും ഇല്ല എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്ത് കേട്ടോ. നമ്മുടേതേ വീട് അപ്പുറത്തല്ല ഇല്ല. ഇതാ ഇവിടെ എത്തിയ പാടെ നമ്മളുടെ കോഫിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് കോഫി കുടിക്കാമെന്ന് പറഞ്ഞ് കോപ്പി ഓക്കെ. ഇവിടെയുള്ള ആളുകളുണ്ടല്ലോ, പൊതുവേ വലിയ ഇതുണ്ടല്ലോ, വലിയ ഗ്ലാസ്സിൽ ഇത് നിറച്ച് കോഫി കുടിക്കുവേ. പക്ഷേങ്കിൽ നമുക്കത്രയും കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയറ് നിറഞ്ഞ് ക്ഷീണിതനാകും. അതുകൊണ്ട് ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ. രാജ്യം വേറെ ആണെങ്കിലുണ്ടല്ലോ, കോഫീൻ്റെ കൂടെ നമ്മളുടെ പഴംപൊരി അതുണ്ട് കേട്ടോ. പഴംപൊരി ഇവിടം വരെ സഞ്ചരിച്ചെത്തിയിട്ടുണ്ടല്ലേ. ഇരിച്ചേ, ഞാൻ എൻ്റെ വീട്ടിലേക്കെത്തി. ഇതാണ് നമ്മളുടെ വീട്. ഇനിയിപ്പോൾ പോയി ഫോണൊക്കെ ഒന്ന് ചാർജിനിട്ടെ. ചാർജൊക്കെ ഓൾമോസ്റ്റ് ഫിനിഷായി. നിങ്ങൾക്കേ നമ്മളുടെ ഈ ഒരു ബജോ പീപ്പിളിൻ്റെ ഹോം ടൂർ കാണാൻ താല്പര്യമുണ്ടോ? എങ്ങനെയാണ് ഇവരുടെ വീട്, ഇതിൻ്റെ ഉൾഭാഗങ്ങൾ, ഇവിടെ എങ്ങനെയാണ് ഇവർ കുക്ക് ചെയ്യുന്ന മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേ. നമുക്ക് അടുത്ത എപ്പിസോഡ് അതാക്കാലോ.